ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരികയും സ്വാഗതം. തുടരും എന്ന സിനിമ അങ്ങനെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ആദ്യ 5 സിനിമകളിൽ 5ാമനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന തുടരും എന്ന സിനിമ ഇപ്പോൾ 76 കോടി 50 ലക്ഷത്തിനടുത്ത് ഗ്രോസ് കളക്ഷനിലേക്കാണ് ഇന്നത്തോടെ 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലേക്ക് എത്തപ്പെടാനായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 69 കോടി കളക്ഷൻ എത്തപ്പെട്ടതോടെ KGF ചാപ്റ്റർ 2 ARM എന്നീ സിനിമകളെ മറികടന്ന സിനിമ 75 കോടിയിലേക്ക് എത്തപ്പെട്ടതോടെ മഞ്ഞുമൽ ബോയ്സ്, ബാഹുബലി 2 എന്നീ സിനിമകളെല്ലാം തന്നെ മറികടന്നിരുന്നു. ഇപ്പോഴത്തെ 76 കോടി കളക്ഷൻ മറികടന്ന ആവേശം എന്ന ഫഹദിന്റെ കഴിഞ്ഞ വർഷത്തിലെ വൻ തരംഗമായ സിനിമയുടെ കളക്ഷൻ മറികടന്നതോടെയാണ് നിലവിലെ മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ്പ് 5 ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുന്നത്. ഇനി ടോപ്പ് 5 ലിസ്റ്റിലുള്ള കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിലവിലെ 2018 എന്ന സിനിമയാണ്. 89 കോടി 40 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. രണ്ടാം സ്ഥാനത്ത് ഇനിയും ഫൈനൽ കേരള ഗ്രോസ് അപ്ഡേറ്റ് ആകപ്പെടാത്ത എമ്പുരാൻ എന്ന സിനിമയാണ്. 86-87 കോടി റേഞ്ചിലാണ് സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. അത് പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 മലയാള സിനിമാ ചരിത്രത്തെ തിരുത്തിക്കുറിച്ച സിനിമ 85 കോടിയായിരുന്നു അന്ന് ഫൈനൽ കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് നായകനെ എത്തിയ ബ്ലസി ചിത്രമാണ്. 79 കോടിയാണ് സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. ഇപ്പോഴത്തെ 5ാം സ്ഥാനത്താണ് തുടരും എത്തി നിൽക്കുന്നത്. 76 കോടി 50 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് അടുക്കുന്നു. ഈ ടോപ്പ് 5 ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും 5ൽ 3 സിനിമകളും നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ സിനിമകളെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. ഇനി നേരത്തെ പറഞ്ഞ ഓരോ സിനിമകളെയായിട്ട് നമ്മുടെ തുടരും എന്ന സിനിമയ്ക്ക് മറികടക്കണം. അതിൽ 2018 എന്ന സിനിമയെ മറികടക്കുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞുവെന്ന് ഒരിക്കൽ കൂടി ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. അതിനുമപ്പുറം 89 കോടിക്കപ്പുറം എത്ര കോടി കളക്ഷൻ തുടരും നേടിയെടുക്കുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്.